ബിഗ് ബോസിൽ ഒരാൾ വില്ലനാകുന്നത് മിക്കപ്പോഴും അവരുടെ സ്വഭാവം കൊണ്ടല്ല. അത് എഡിറ്റിംഗ്, കാസ്റ്റിംഗ്, സ്ട്രാറ്റജി, ഓഡിയൻസ് സൈക്കോളജി, ഒപ്പം ഹൗസ് ഡൈനാമിക്സ് എന്നിവയുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നതിലല്ല, മറിച്ച് എങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കപ്പെടുന്നു എന്നതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ്, കാസ്റ്റിംഗ് സ്ട്രാറ്റജി. അതായത് വില്ലൻ എന്ന് പറയുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്യപ്പെടുന്നുണ്ട്. പ്രൊഡക്ഷൻ ടീംസ് മനഃപൂർവ്വം കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ പേഴ്സണാലിറ്റീസിനെ സെലക്ട് ചെയ്യുന്നു എന്ന് പല റിപ്പോർട്ടുകളിലും പറയാറുണ്ട്. ഔദ്യോഗികമായി സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാത്ത ഷോ ആണെങ്കിലും ടാസ്കുകള്, എഡിറ്റിംഗ്, കണ്ടസ്റ്റൻസിന്റെ പെയറിംഗ് എന്നിവയിലൂടെ ചില ഇമോഷണൽ ആർക്കും ഡ്രാമയും ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. ഒരു സീസണിലെ കാസ്റ്റിംഗ് മിക്സ് തന്നെ ഇത് കാണിക്കാറുണ്ട്. ഒരു ഓവർ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ടർ ഉണ്ടായിരിക്കും, ഒരു ബോൾഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടായിരിക്കും, ഒരു കോമിക് തമാശയൊക്കെ പറയുന്ന ഒരാളുണ്ടായിരിക്കും, ഒപ്പം ഒരു കോൺട്രോവേഴ്സിയൽ പാസ്റ്റ് ലൈഫുള്ള ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടായിരിക്കും. എന്നിങ്ങനെ ഒരു പ്രഷർ കുക്കർ, അതിനകത്തുള്ള കുറേയധികം റെസിപ്പീസ് ആയിട്ടാണ് നമ്മൾ എല്ലാ സീസണുകളും കാണുന്നത്. ബിഗ് ബോസിന്റെ കാസ്റ്റിംഗ് ടീം ഒരു വില്ലനെ കണ്ടെത്തുകയല്ല ചെയ്യുന്നത്, പകരം ഒരു വില്ലനെ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എഡിറ്റിംഗ് ആൻഡ് സെലക്റ്റീവ് സ്ക്രീൻ ടൈമിലൂടെ നെറേറ്റീവ് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള ബാക്ക് സ്റ്റോറികൾ, ഡ്രമാറ്റിക് എഡിറ്റിങ്ങുകൾ, പിന്നെ അതുപോലെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം എന്നിവ പ്രേക്ഷകരുടെ ലോയൽറ്റിയെ സബ്റ്റിലായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കണ്ടസ്റ്റൻസിന്റെ ഒരു നെഗറ്റീവ് മൊമെന്റ് മാത്രം റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തിയുടെ ഓവറോൾ ഇമേജ് എന്തായിട്ടായിരിക്കും? അതൊരു വില്ലൻ എഡിറ്റ് ആണ്. അതിനെയാണ് ആ വില്ലൻ എഡിറ്റ് എന്ന് പറയുന്നത്. മുൻ സീസണുകളിൽ നിന്ന് നമുക്ക് പറഞ്ഞ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇത് ശരിയായിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സീസൺ 7 ഒരു കോൺട്രോവേഴ്സി. സീസൺ 7 ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും മറക്കാൻ സാധ്യതയില്ല. വീക്ക്ലി ടാസ്കിനിടയിൽ വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള വേദലക്ഷ്മി, ആദില നൂറ ദമ്പതികളുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് മോശം പരാമർശം നടത്തി. തൊട്ടു പിന്നാലെ മസ്താനി, അതും വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു, സമാനമായ വിദ്വേഷമായിട്ടുള്ള ഒരു പരാമർശം നടത്തുന്നുണ്ട്. LGBTQ കൾച്ചർ നോർമലൈസ് ചെയ്യുന്നു എന്ന് ദമ്പതികളെ ആരോപിക്കുകയും അവിടെ ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ മാസീവ് ആയിട്ടുള്ള ഒരു ബാക്ക്ലാഷ് ഉണ്ടാക്കി. ഇവർ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ, അതായത് ജസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ചെന്ന ഉടനെ തന്നെ വലിയൊരു വില്ലനായിട്ടും മാറി. വളരെ ഗൗരവത്തോടെ ഈ ഒരു പൊളിറ്റിക്കൽ വിഷയം സമൂഹം തന്നെ ഡിസ്കസ് ചെയ്തു. ബിഗ് ബോസ് സീസൺ 7 തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഷാനവാസ് ഷാനു. തുടക്കത്തിൽ സഹ ഹൗസ്മേറ്റ് ആയിട്ടുള്ള ജിസേൽ തക്രാളിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകളായിരുന്നു ഷാനവാസിന് കിട്ടിയത്. പക്ഷേ മോഡസ്റ്റായി ഡ്രസ്സ് ചെയ്യണം എന്ന് അദ്ദേഹം ഉപദേശിച്ചത് മലയാളി ഓഡിയൻസിന്റെ വോട്ട് കിട്ടാൻ സഹായിക്കും എന്ന് പറഞ്ഞതോടെ ഇത് പലരും സ്ലട്ട് ഷെയ്മിംഗ് ഒക്കെ ആയിട്ട് വ്യാഖ്യാനിച്ചു. എന്നാൽ ഈ വ്യക്തി പിന്നീട് ഐക്കോണിക് വില്ലൻ റോളിൽ നിന്നിട്ട് ഹൗസ് ഹോൾഡ് ഫേവറേറ്റ് ആയിട്ട് മാറുന്ന ഒരു ജേണിയാണ് നമ്മൾ കണ്ടത്. സോ വില്ലൻ ആർക്ക് ഒരിക്കലും പെർമനന്റ് ലേബൽ എന്ന ആ ഒരു ലേബലിലേക്ക് പോകത്തില്ല എന്നതിന്റെ ബെസ്റ്റ് ഉദാഹരണമായിരുന്നു ഇത്. രസകരമായിട്ടുള്ള മറ്റൊരു ഉദാഹരണം പറയാം. അനിയൻ മിഥുന്റെ കാര്യം ഓർമ്മയുണ്ടോ? അതൊരു വലിയ കോൺട്രോവേഴ്സി ആയിരുന്നു. ഒരു സീസണിൽ സന എന്ന വനിതാ പട്ടാളക്കാരിയായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കഥ അനിയൻ അവിടെ പങ്കുവെച്ചു. ഇത് കാണികളിൽ തന്നെ വലിയ വിമർശനങ്ങളൊക്കെ നേടിയ ഒരു കാര്യമാണ്. ഒടുവിൽ കഥ കെട്ടിച്ചമച്ചതാണ് എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം ക്ഷമാപണമൊക്കെ നടത്തി. ലാലേട്ടൻ നല്ലതുപോലെ കുടഞ്ഞ ഒരു കാര്യമായിരുന്നു ഇത്. സോ ഫാബ്രിക്കേറ്റഡ് നെറേറ്റീവ്സ് വഴിയുള്ള ഒരു വില്ലൻ ഇമേജ് ഉണ്ടാക്കലിന് ഇത് നല്ലൊരു കേസ് സ്റ്റഡിയാണ് അനിയൻ മിഥുൻ്റെത്. ഈ ഷോയുടെ കോർ സ്ട്രക്ചർ തന്നെ കോൺഫ്ലിക്റ്റ് ഫ്രണ്ട്ലി ആണ്. ഹൗസ്മേറ്റ്സ് പരസ്പരം നോമിനേറ്റ് ചെയ്യണം. ഇത് സ്വാഭാവികമായിട്ട് തന്നെ സ്ട്രാറ്റജി, അലയൻസസും അതുപോലെ ബിട്രയൽസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ക്യാപ്റ്റന് പ്രത്യേക നോമിനേഷൻ പവർ ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡ്രാമ അവിടെ കാണാൻ സാധിക്കും. ഹൗസ് റൂൾസ് തന്നെ കോൺഫ്ലിക്റ്റിന് വളമൊരുക്കുകയാണ്. ഫിസിക്കൽ അഗ്രഷൻ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇത് ലംഘിച്ചാൽ ഉടനടി പുറത്താകും എന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാമെങ്കിലും അസി റോക്കിയും സിജോ ജോണും തമ്മിലുള്ള ഫിസിക്കൽ വഴക്കിൽ റോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കൺഫൈൻഡ് സ്പേസ്, 24/7 സർവൈലൻസ്, നോ പ്രൈവസി എല്ലാം കൂടിയാൽ പെട്ടെന്ന് ഇമോഷൻസ് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഒരാളെയും ഇതിനകത്ത് തെറ്റ് പറയാൻ സാധിക്കത്തില്ല. ഇനി നമ്മൾ എങ്ങനെയാണ് വില്ലനെ തിരഞ്ഞെടുക്കുന്നത്? അതായത് നമ്മൾ ഓഡിയൻസ് എങ്ങനെയാണ് ഒരു വ്യക്തിനെ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തിയാക്കി മാറ്റുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, വില്ലൻ എന്ന് പറയുന്നത് ഉണ്ടായി വരുന്നതല്ല. ബിഗ് ബോസ് തന്നെ ഈ ഷോയ്ക്കകത്ത് നമുക്ക് മുന്നിലേക്ക് ഉണ്ടാക്കി തരുന്നതാണ്. സോ അവിടുത്തെ ഓഡിയൻസ് സൈക്കോളജി എന്താണെന്ന് നോക്കാം. പല കണ്ടസ്റ്റൻസിനും ഈ കോൺട്രോവേഴ്സിയൽ ലേബൽ കിട്ടിയത് അവരുടെ പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ കാരണം വ്യൂവേഴ്സിനെ സ്പ്ലിറ്റപ്പ് ചെയ്തത് കൊണ്ടാണ്.
ചിലർ വിമർശിച്ചപ്പോൾ മറ്റു ചിലർ അവരുടെ ഒരു റിയൽ ക്യാരക്ടറിനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി സോഷ്യൽ മീഡിയയിൽ ആംപ്ലിഫിക്കേഷൻ, ഒരു വൈറൽ ക്ലിപ്പ്, ഒരു ട്രെൻഡിങ് ഹാഷ്ടാഗ്, ഇതൊരു മൊമെന്റിനെ ഒരു ഐഡന്റിറ്റി ആക്കി മാറ്റാനുള്ള സാധ്യത കൂട്ടും. ഈവൻ ബിഗ് ബോസ് കാണാത്തവർക്ക് വരെ ആ ഒരു വ്യക്തിയെ അറിയാനും ആ ഒരു ഇൻസിഡന്റ് മനസ്സിലാക്കാനും സാധിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ജാസ്മിൻ ജാഫർ, റോബിൻ രാധാകൃഷ്ണൻ. ഇവരെയൊക്കെ എല്ലാവരും ആഘോഷിച്ചത് ഇത്തരത്തിലാണ്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ചില കണ്ടസ്റ്റൻസ് മനഃപൂർവ്വം വില്ലൻ ഇമേജ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇൻവിസിബിലിറ്റി ആണ് ഏറ്റവും വലിയ അപകടകരമായിട്ട് കാണുന്നത്. സ്ക്രീൻ സ്പേസ് കിട്ടാത്ത കണ്ടസ്റ്റൻസിനെ ഓഡിയൻസ് പതിയെ അങ്ങ് മറക്കും. പക്ഷെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കണ്ടസ്റ്റൻസിനെ എപ്പോഴും അവർ ആ ഡിസ്കഷനിൽ കൊണ്ടുവരും. ഹേറ്റ് കമന്റ്സ് വന്നാലും ആളുകൾ അയാളെക്കുറിച്ച് സംസാരിക്കും. ടെലിവിഷൻ ഒരു പഴയ പഴഞ്ചൊല്ല് പറയാറുണ്ട്, ലവ് ഹിം ഓർ ഹേറ്റ് ഹിം ബട്ട് നെവർ ഇഗ്നോർ ഹിം. ബിഗ് ബോസ് ഗെയിമിൽ പലർക്കും ഈ ഒരു സ്ട്രാറ്റജി അറിയാം. പക്ഷേ ഈ സ്ട്രാറ്റജി എല്ലായ്പ്പോഴും വർക്ക് ചെയ്യില്ല കേട്ടോ. കാരണം ഓഡിയൻസ് ഇന്ന് വളരെ ഇന്റലിജന്റ് ആയിട്ടാണ് ഈ ഒരു ഗെയിം ഷോയിനെ കാണുന്നത്. ജെനുവിൻ ഇമോഷൻസും പ്ലാൻഡ് ഡ്രാമയും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഫേക്ക് വില്ലൻ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പലരും പിന്നീട് ഓഡിയൻസ് സപ്പോർട്ട് നഷ്ടപ്പെട്ട് എങ്ങോട്ടേലും ആയി പോകാറുണ്ട്. ഇനി ഈ ഒരു ബിഗ് ബോസിൽ വില്ലൻ ആവുന്നതിൻ്റെ അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും കരിയർ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ കരിയർ സ്ട്രാറ്റജി ആയിട്ട് ഈ ഒരു വില്ലൻ ലേബൽ മാറിയാൽ അവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ ഷോയിൽ 50 ലക്ഷം സമ്മാനത്തെക്കുറിച്ച് മാത്രമല്ലല്ലോ സംസാരിക്കാറ്, കോടികളുടെ വിസിബിലിറ്റിയെ കുറിച്ചുള്ള ഒരു ചർച്ച കൂടി ഇതിൽ നടക്കാറുണ്ട്. ടിക്കറ്റ് ടു ഫെയിം എന്നാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ഒരു ടൈറ്റിൽ തന്നെ. ബിഗ് ബോസിൽ പല മിഡ്ടയർ താരങ്ങളും കരിയർ റിബൂട്ട് ബട്ടൺ ആയിട്ടാണ് ഈ ഒരു ബിഗ് ബോസിനെ, ആ ഒരു ഷോയെ കാണുന്നത്. ഇതുകൊണ്ട് തന്നെ ചിലർ നെഗറ്റീവ് അറ്റൻഷനെ പോലും ഒരു സ്ട്രാറ്റജി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വില്ലൻ ആയാലും സ്ക്രീൻ ടൈം കിട്ടും, ഫോളോവേഴ്സിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടാകും. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആരാണ്? വില്ലനായി തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മത്സരാർത്ഥിയുടെ പേര് എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും, ഇനി നിങ്ങളെങ്ങാനും അടുത്ത സീസണിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വില്ലൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുമോ എന്ന് കൂടെ നിങ്ങൾ കമന്റിൽ പറയുക. ഇനി ബി ഗ്രാൻമ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക, ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക.